പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട 3 പേർ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങി. SFI കോളേജ് യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാൻ, കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുണും മറ്റൊരു വിദ്യാർത്ഥിയുമാണ് കീഴടങ്ങിയത്. ഇവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. 18 പ്രതികളുള്ള കേസിൽ 10 പേരാണ് പോലീസ് പിടിയിലായത്. ഇനി 8 പേരെയാണ് പിടികൂടാനുള്ളത്. കൽപ്പറ്റ DYSP ഓഫീസിലെത്തിയാണ് 3 പേരും കീഴടങ്ങിയത്. രാത്രിയോടെയാണ് ആദ്യം പ്രതി ചേർത്ത 12 പേരിൽ ഒരാളായ അരുൺ കീഴടങ്ങിയത്. സർവകലാശാലയിലെ റാഗിംഗ് വിരുദ്ധ സമിതിയിലെ വിദ്യാർത്ഥി കൂടിയാണ് അരുൺ. കീഴടങ്ങിയ പ്രതികളെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ആത്മഹത്യാ പ്രേരണ, മർദ്ദനം, റാഗിംഗ് നിരോധന നിയമം എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. SFI യൂണിറ്റ് അംഗം ഇടുക്കി രാമക്കൽമേട് സ്വദേശി S. അഭിഷേക് 23 വയസ്സ്, തിരുവനന്തപുരം സ്വദേശികളായ രഹാൻ ബിനോയ് 20 വയസ്സ്, SD ആകാശ് 22 വയസ്സ്, RD ശ്രീഹരി, തൊടുപുഴ സ്വദേശി ഡോൺസ് ഡായ് 23 വയസ്സ്, വയനാട് ബത്തേരി സ്വദേശി ബിൽഗേറ്റ്സ് ജോഷ്യ 23 വയസ്സ് എന്നിവരാണ് കേസിൽ ആദ്യം പിടിയിലായത്. ഇവർക്കെതിരെയും ആത്മഹത്യാ പ്രേരണ, റാഗിംഗ്, മർദ്ദനം എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ക്രിമിനൽ ഗൂഢാലോചന ശരിവെക്കുന്ന തെളിവുകൾ പോലീസ് ശേഖരിക്കുകയാണ്. അതിനിടെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം DGP പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. വയനാട് SP-യാണ് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. കൽപ്പറ്റ DYSP-യാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഒരു DYSP കൂടി പ്രത്യേക സംഘത്തിൽ ഉൾപ്പെടും. കേസിൽ അന്വേഷണ പുരോഗതി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ DGP അറിയിച്ചിട്ടുണ്ട്. പ്രത്യേക സംഘം കേസ് അന്വേഷിക്കുമെന്നും 7 പ്രതികളെ അറസ്റ്റ് ചെയ്തുവെന്നും ഗവർണറെ DGP അറിയിച്ചു. സിദ്ധാർത്ഥിന്റെ കുടുംബം നൽകിയ പരാതി ഗവർണർ DGP കൈമാറിയിരുന്നു. ഇതിനെ തുടർന്നാണ് DGP ഗവർണറെ വിശദാംശങ്ങൾ അറിയിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സിദ്ധാർത്ഥ് മരിക്കുന്നതിന് മുമ്പ് അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായെന്നതാണ് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. മരിക്കുന്നതിന് മുമ്പ് 3 ദിവസം വരെ പഴക്കമുള്ള പരുക്കുകളാണ് ദേഹത്തുള്ളത്. അതേസമയം സിദ്ധാർത്ഥിൻ്റേത് തൂങ്ങി മരണമാണെന്നാണ് റിപ്പോർട്ടിലുള്ളത്. അവിശ്വസനീയവും അതിനീചവുമാണ് ആൾക്കൂട്ട വിചാരണക്ക് സിദ്ധാർത്ഥ് ഇരയായെന്ന് വിദ്യാർത്ഥികളും വെളിപ്പെടുത്തുന്നു. 14-ാം തീയതി സിദ്ധാർത്ഥിനെ പ്രതികൾ സംഘം ചേർന്ന് ചോദ്യം ചെയ്തുവെന്നും തുടർന്ന് മർദ്ദിച്ചുവെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. 16-ന് ക്യാമ്പസിലെ പാറപ്പുറത്തും വാട്ടർ ടാങ്കിന് സമീപത്തും വെച്ച് മർദ്ദിച്ചു. 17-ാം തീയതി ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്ത് വെച്ച് പരസ്യമായി വിചാരണ ചെയ്തുവെന്നും നഗ്നനാക്കി മർദ്ദിച്ചുവെന്നും വിദ്യാർത്ഥികൾ തുറന്നു പറയുന്നു. 18-ന് രാവിലെയും മർദ്ദിച്ചതിന് പിന്നാലെ ഉച്ചയ്ക്ക് 1:30-യോടെ സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ ശരീരത്തിൽ 18 പരുക്കുകളാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത്. 2 എണ്ണം തൂങ്ങിയപ്പോൾ ഉണ്ടായതാണ്. ഇവയാണ് മരണകാരണവും. ബാക്കി 16 പരുക്കുകളിൽ ഭൂരിഭാഗവും സിദ്ധാർത്ഥ് മരിക്കുന്നതിന് 2-3 ദിവസങ്ങൾക്കുള്ളിൽ സംഭവിച്ചതാണെന്നാണ് സാധ്യത. ഈ ദിവസങ്ങളിൽ മകനെ ഫോണിൽ വിളിച്ച് കിട്ടിയില്ലെന്ന് അമ്മ തന്നെ പറയുന്നു. 1-ാമത്തെ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇഞ്ചറി നമ്പർ 12 വടി, പട്ടിക പോലുള്ള വസ്തുക്കൾ കൊണ്ട് മുതുകത്ത് ഇടിച്ചതിൽ നിന്നുണ്ടായതാണ്. 2-ാമത്തെ ഇഞ്ചുറി നമ്പർ 14 ചവിട്ടുകയോ ഇടിക്കുകയോ ചെയ്തതിൽ നിന്ന് വയറിനുണ്ടായിട്ടുള്ള ചതവാണ്. ഇഞ്ചുറി നമ്പർ 1 രേഖപ്പെടുത്തിയിട്ടുള്ള തലക്ക് പിറകിലെ പരിക്ക് തലയിടിച്ച് വീണാൽ സംഭവിക്കുന്നതാണ്. ഇതും മർദ്ദനത്തിനിടെ സംഭവിച്ചതാകാം. പക്ഷേ ഈ പരിക്കുകളൊന്നും മരണകാരണമായി റിപ്പോർട്ടിൽ പറയുന്നില്ല. മർദ്ദനത്തിൽ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റതായും വിവരമില്ല.